കെ സുധാകരൻ നിൽക്കുമോ പോകുമോ? കോൺഗ്രസിൽ ചർച്ച സജീവമായിട്ടുണ്ട്. എന്തായാലും തീരുമാനം വേഗം എടുക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മാറ്റിയാലേ പറ്റുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലാണ്. വി.ഡി. സതീശൻ എഴുതിക്കൊടുത്ത റിപ്പോർട്ടാണ് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് മുന്നിൽ വച്ചത് എന്ന ആരോപണം കെ സുധാകരൻ വിഭാഗം ഇതിനകം തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ചർച്ചകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേതാക്കളും മെല്ലെ മെല്ലെ പക്ഷം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കെ സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ച് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. ആദ്യം എത്തിയത് ശശി തരൂരായിരുന്നു. അതിനുശേഷം കെ മുരളീധരൻ വന്നു. കെ മുരളീധരൻ നേരത്തെ തന്നെ കെ സുധാകരന് പിന്തുണ നൽകുന്ന നേതാവാണ്. അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞു കെ സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല എന്ന്. ആ വാക്കുകൾ കേൾക്കാം. ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട്. എല്ലായിടത്തും വാർഡ് തലത്തിൽ കുടുംബസംഗമങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല ജനപങ്കാളിത്തമുണ്ട്. അല്ല അതൊക്കെ ഹൈക്കമാൻഡ് നോക്കും ആ കാര്യങ്ങൾ. അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ നോക്കി വേണ്ട പോലെ തീരുമാനം എടുത്തോളൂ. പി.എം. സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നത്. എ.കെ. ആന്റണി നേരത്തെ കെ സുധാകരനെ പിന്തുണച്ചിരുന്നു. അതിനുശേഷമാണ് പുനഃസംഘടന തൽക്കാലം വേണ്ടതില്ല, KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ല എന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുത്തത്. എന്നാൽ ദീപാദാസ് മുൻഷി വീണ്ടും പുനഃസംഘടന വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കെ സുധാകരനും ദീപാദാസ് മുൻഷിയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല. കെ സുധാകരൻ മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കെ സുധാകരനോട്. അതിങ്ങനെയാണ്: ദീപാദാസ് മുൻഷി ഇത് സംബന്ധിച്ച് താങ്കളോട് സംസാരിച്ചിരുന്നുവെന്ന് വാർത്തകൾ വന്നല്ലോ എന്ന് വെച്ചാൽ പുനഃസംഘടന സംബന്ധിച്ചും കെ സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ചും AICC ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചുമതലയുമുള്ള ആളാണ് ദീപാദാസ് മുൻഷി. ദീപാദാസ് മുൻഷി കെ സുധാകരനോട് സുധാകരനെ മാറ്റുന്ന കാര്യത്തിൽ, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചർച്ച നടന്നിരുന്നോ എന്നാണ് ലേഖകൻ ചോദിക്കുന്നത് കെ സുധാകരനോട്. കെ സുധാകരൻ നൽകുന്ന മറുപടിയുണ്ട്. അതിങ്ങനെയാണ്, ചെറിയ മറുപടിയാണ്: ഇല്ലേ ഇല്ല, അവർ തീരെ സംസാരിച്ചിട്ടില്ല. അഖിലേന്ത്യാ തലത്തിലെ നേതാക്കളിൽ തീരെയും സംസാരിക്കാത്തത് അവരാണ്. അഖിലേന്ത്യാ തലത്തിലെ നേതാക്കളിൽ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന ആള് ദീപാദാസ് മുൻഷിയാണ്. ദീപാദാസ് മുൻഷി കെ സുധാകരനുമായി അത്തരമൊരു ബന്ധമില്ല, അടുത്ത ബന്ധമില്ല, പരസ്പരം സംസാരിക്കാറില്ല എന്ന് തുറന്നു പറയുകയാണ് കെ സുധാകരൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും കെ സുധാകരൻ മാറുമോ ഇല്ലയോ എന്ന ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുന്ന ഘട്ടത്തിൽ കെ സുധാകരൻ വിഭാഗം മുന്നോട്ട് വെക്കുന്ന ആവശ്യമുണ്ട്. മാറാൻ തയ്യാറാണ്. അക്കാര്യം കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. AICC തീരുമാനിക്കട്ടെ എന്ന്. പക്ഷെ മാറുന്ന ഘട്ടത്തിൽ കെ സുധാകരൻ ചില ഉപാധികൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു ഉപാധി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകണം എന്നാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയാൽ, ജയിച്ചാൽ, UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ഒരു മന്ത്രിയാകാം എന്നാണ് കെ സുധാകരൻ കണക്ക് കൂട്ടുന്നത്. അതനുസരിച്ചാണ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് കെ സുധാകരൻ. മറ്റൊന്നുകൂടിയുണ്ട്, അത് 2 DCC പ്രസിഡന്റുമാർ ഞാൻ പറയുന്ന ആളെ നിയമിക്കണം. 2 DCC പ്രസിഡന്റുമാർ തനിക്ക് വേണം എന്നർത്ഥം. ഈ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നത് മറ്റൊരു കാര്യം. ഏതായാലും ഉപാധി വെച്ചിട്ടുണ്ട് കെ സുധാകരൻ. അതോടൊപ്പം കെ സുധാകരന് കൂടുതൽ പിന്തുണയുമായി നേതാക്കൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കെ സുധാകരൻ പോകുമോ ഇല്ലയോ, നിൽക്കുമോ പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ഉണ്ട് കോൺഗ്രസ് പ്രവർത്തകരിലും നേതാക്കളിലും. നേതാക്കൾ 2 ചേരിയായി മാറുകയും ചെയ്തിട്ടുണ്ട്.